ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ടാരോ യഷിമയാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ഓഫ് എ ഷൈ ആൻഡ് ക്വയറ്റ് ബോയ് who had incredible talents that made him special in his own way. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ച് ഷൈ ആയിട്ടുള്ള, അധികം സംസാരിക്കാത്ത, എന്നാൽ അവിശ്വസനീയമായ കഴിവുകളുള്ള ഒരു ആൺകുട്ടിയുടെ കഥയാണ്. ഈ കുട്ടി മറ്റുള്ള കുട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ്. അപ്പൊ നമുക്ക് എന്താ കഥ നോക്കിയാലോ. ക്രോ ബോയ്, ടാരോ യഷിമ. On the first day of our village school, one of the boys was found missing. വില്ലേജ് സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. അപ്പോഴതാ ആൺകുട്ടിയുള്ള ഒരു കുട്ടിയെ കാണാനില്ല. He had hidden himself in a cellar in the school house. ഈ കാണാതായ കുട്ടി സ്കൂൾ ഹൗസിലെ നിലവറയിൽ ഒളിച്ചിരിക്കുകയാണ്. None of us knew him. ഞങ്ങൾക്ക് ആർക്കും അവനെ അറിയില്ല. He was dark and small. He looked different from the other students. അവൻ കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള കുട്ടിയാണ്, കുഞ്ഞനാണ്. മാത്രല്ല മറ്റുള്ള കുട്ടികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തനാണ് കാണാൻ വേണ്ടിയിട്ട്. He lived on the other side of the mountain. ഈ കുട്ടി താമസിക്കുന്നത് ഈ മലയുടെ അപ്പുറത്തെ വശത്താണ്. Because of his size, he was nicknamed Chibi, which meant tiny boy. അവൻ കുഞ്ഞനായതുകൊണ്ട് അവനെ എല്ലാവരും വിളിക്കുന്നത് ചിബി എന്നാണ്. ചെറിയൊരു ആൺകുട്ടിന്നാണ് അതിന്റെ അർത്ഥം. The strange boy was too scared of our teachers to learn anything. ഈ കുട്ടിക്കാണെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ഈ പേടി കാരണം അവനൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. He was too scared to make friends with other children. ടീച്ചേഴ്സിനെ മാത്രല്ല മറ്റു കുട്ടികളുമായിട്ട് കൂട്ടുകൂടാനും അവരെ സുഹൃത്തുക്കളാകാനും ഒക്കെ ചിബിക്ക് പേടിയാണ്. സോ ഹി വാസ് ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം ആൻഡ് പ്ലേ ടൈം. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്തും കളിക്കുന്ന സമയത്തും കുട്ടി തന്നെയാണ്. He was always at the back of a class and at the end of a line. ക്ലാസ്സിലാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ബെഞ്ചിലേ ഇരിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു ലൈനിലാണെങ്കിലോ ഈ കുട്ടിയെ കാണാൻ പറ്റുക ഏറ്റവും അവസാനമായിരിക്കും. എല്ലാത്തിനും അങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ചിബിക്കുള്ളത്. But Chibi found many ways to pass the time and amuse himself. ചിബി തന്നെയാണെങ്കിലും അവനെ സ്വയം രസിപ്പിക്കാനും സമയം കളയാനും ഒക്കെ അവന് നന്നായി അറിയാം. He would just stare at the top of his desk for a long time. എങ്ങനെയൊക്കെയാ ചിബി സമയം സ്പെൻഡ് ചെയ്യണേന്നറിയോ? സ്വന്തം ഡെസ്കിലേക്ക് കുറെ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക. Sometimes he would lie gazing at the ceiling for hours. മണിക്കൂറുകളോളം മുകളിലേക്ക് നോക്കി ആ സീലിംഗിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കും. There were many things to interest him. ചുറ്റും ഒരുപാട് കാര്യങ്ങൾ അവനെ രസിപ്പിക്കാനായിട്ടുണ്ട്. The design on the shirt of a boy sitting next to him, or what he could see out of the window. തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ ഷർട്ടിന്റെ ഡിസൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിൻഡോയിൽ നിന്ന് പുറത്തു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളായിക്കോട്ടെ, ഇതെല്ലാം ചിബിയെ രസിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഇല്ലെങ്കിലും അവന് ബോറടി ഒന്നുമില്ല. ചുറ്റും ഒരുപാട് കാര്യങ്ങൾ വീക്ഷിക്കാനും രസിക്കാനും ചിബിക്കുണ്ട്. In the playground, Chibi would just close his eyes and listen to the wonderful sounds that came from near and far. ചിബിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്ന് പറഞ്ഞൂല്ലേ, അതുകൊണ്ട് തന്നെ പ്ലേ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അവൻ കണ്ണടച്ചിരുന്ന് അടുത്തുനിന്നും ദൂരന്നുമായിട്ട് കേൾക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള സൗണ്ടുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. And he could hold and watch insects and grubs that most of us wouldn't touch or even look at. മാത്രല്ല പ്ലേ ഗ്രൗണ്ടിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാല് മണ്ണിലുള്ള ഓരോ പ്രാണികളെയും പുഴുക്കളെയൊക്കെ കയ്യിൽ പിടിച്ചത് നോക്കിയിരിക്കാൻ വളരെ ഇഷ്ടമാണ്. നമുക്കൊന്നും ചിലപ്പോൾ കാണാനോ തൊടാനോ വരെ അറയ്ക്കുന്ന സാധനങ്ങളായിരിക്കും ചിബി കയ്യിൽ വെച്ച് ഇങ്ങനെ പാവക്കുട്ടിയുടെ പോലെ നോക്കിയിരിക്കുക. പ്രകൃതിയിലുള്ള എല്ലാത്തിനോടും വളരെ ക്യൂരിയസ് ആയിട്ടുള്ള മനോഭാവമുള്ള ഒരു കുട്ടിയാണ് ചിബി. Everyone called him Slowpoke, even the children in the lower classes. എല്ലാവരും അവനെ സ്ലോ പോക്ക് എന്നാണ് വിളിക്കുക. വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് സ്ലോ പോക്ക് എന്ന് വിളിക്കുന്നത്. ചിബി വളരെ സ്ലോ ആയ കാരണം എല്ലാവരും അവനെ സ്ലോ പോക്ക് എന്ന് വിളിച്ചിട്ടാണ് കളിയാക്കണേ. എന്തിനു പറയണു, അവനേക്കാളും താഴെയുള്ള കുട്ടികൾ വരെ അവനെ സ്ലോ പോക്ക് എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. ബട്ട് സ്ലോ പോക്ക് ഓർ നോട്ട്, ചിബി came trudging to school every day. സ്ലോ ആണെങ്കിലും അല്ലെങ്കിലും ചിബി എല്ലാ ദിവസവും സ്കൂളിലേക്ക് വളരെ കഷ്ടപ്പെട്ട് നടന്നു വരുന്ന ഒരു കുട്ടിയാണ്. He always brought the same lunch, a ball of rice wrapped in a radish leaf. അവൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് സെയിം ലഞ്ചാണ് കൊണ്ടുവരിക. മുള്ളങ്കിയുടെ ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ചോറാണ് അവൻ എല്ലാ ദിവസത്തെയും ഭക്ഷണം. Even when it rained or stormed, he still came trudging along. മഴയായിക്കോട്ടെ കൊടുങ്കാറ്റായിക്കോട്ടെ എന്തായാലും അതൊന്നും ചിബിക്കൊരു തടസ്സേ അല്ല. അവൻ കഷ്ടപ്പെട്ട ആ വഴിയിലൂടെ നടന്ന് സ്കൂളിൽ എത്തിയിരിക്കും.
He would then be wrapped in a raincoat made from zebra grass. ഇങ്ങനെ മഴയുള്ള അല്ലെങ്കിൽ കൊടുങ്കാറ്റുള്ള സമയങ്ങളിൽ അവനെ സ്വയം രക്ഷിക്കാനായിട്ട് സീബ്ര ഗ്രാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെയിൻകോട്ട് ധരിച്ചിട്ടാണ് കുട്ടി സ്കൂളിൽ വരിക. ഇത്രയൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും കുട്ടി സ്കൂളിൽ എത്തിയിരിക്കും. അതിൽ ഇതുവരെ ഒരു വീഴ്ച വരുത്തിയിട്ടില്ല. 5 years went by and we were in the 6th grade, the last class in school. Our new teacher, Mr. Isobe, was a friendly man with a kind smile. It was Mr. Isobe who changed the way we looked at Chibi. അങ്ങനെ 5 വർഷം വരെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ 6ാം ക്ലാസ്സിലാണ്. ഈ സ്കൂളിലെ അവസാനത്തെ വർഷമാണിത്. ഞങ്ങളുടെ പുതിയ ടീച്ചറായിട്ടുള്ള മിസ്റ്റർ ഇസോബെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. വളരെ ദയുള്ള ഒരു ചിരിയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും കാണാൻ പറ്റുക. മിസ്റ്റർ ഇസോബെയാണ് ഞങ്ങൾക്ക് ചിബിയോടുള്ള ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി തന്നത്. Mr. Isobe often took his class to the hilltop behind the school. സ്കൂളിന്റെ പിന്നിലുള്ള മലയിലേക്ക് മിസ്റ്റർ ഇസോബെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരെയും കൊണ്ട് ഇടയ്ക്ക് പോവായിരുന്നു. He was pleased to learn that Chibi knew all the places where the wild grapes and wild potatoes grew. ചിബിക്ക് വൈൽഡ് ഗ്രേപ്സും വൈൽഡ് പൊട്ടേറ്റോസ് ഒക്കെ വളരുന്ന എല്ലാ സ്ഥലവും അറിയാമെന്നറിഞ്ഞപ്പോ മിസ്റ്റർ ഇസോബയ്ക്ക് ഒരുപാട് സന്തോഷമായി. He was amazed to find how much Chibi knew about all the flowers in our class garden. മാത്രല്ല ചിബിക്ക് ക്ലാസ് ഗാർഡനിലുള്ള എല്ലാ പൂക്കളെയും പറ്റി അറിയാം. ഇതൊക്കെ മിസ്റ്റർ ഇസോബയ്ക്ക് വളരെ അത്ഭുതമുള്ള കാര്യമായിരുന്നു. കാരണം പ്രകൃതിയെ വളരെയധികം അറിയുന്ന ഒരു കുട്ടിയാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലുള്ളത്. He liked Chibi's black and white drawings and tagged them up on the wall for everyone to see. ചിബിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്സ് ഒക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലെ ഭിത്തിയും ആണി അടിച്ചു വെക്കാണ് ഉണ്ടായത്. He also had no complaints about Chibi's handwriting. Only Chibi could read it. Mr. Isobe tagged some of what Chibi wrote on the wall, and he often spent time talking to Chibi when no one was around. മിസ്റ്റർ ഇസോബയ്ക്ക് ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റി അങ്ങനെ കംപ്ലൈൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹാൻഡ് റൈറ്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്, ചിബിക്ക് മാത്രമേ ഇത് വായിക്കാൻ പറ്റൂ. എന്നാലും മിസ്റ്റർ ഇസോബയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ചിബിയുടെ എഴുത്തുകളൊക്കെ മിസ്റ്റർ ഇസോബെ ചുമരിൽ ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. മാത്രല്ല ആരും ചുറ്റുമില്ലാത്ത സമയത്ത് മിസ്റ്റർ ഇസോബെ ചിബിയോട് സംസാരിക്കാനുള്ള സമയവും കണ്ടെത്താറുണ്ട്. അങ്ങനെ ചിബിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് മിസ്റ്റർ ഇസോബയ്ക്ക് സാധിച്ചു. When Chibi appeared on the stage at the talent show of that year, no one could believe his eyes. ആ വർഷത്തെ ടാലന്റ് ഷോയില് ചിബി സ്റ്റേജിൽ വന്നപ്പോ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. Who is that? What can that stupid do up there? ആരത്, ഈ മണ്ടൻ എന്താ അവിടെ ചെയ്യാൻ പോണേ എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. But they were astounded when Mr. Isobe announced that Chibi was going to imitate the cries of crows. മിസ്റ്റർ ഇസോബെ ചിബി ഇവിടെ കാക്കകളുടെ പലതരത്തിലുള്ള കരച്ചിലാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ലിറ്ററലി അതിശയിച്ചു പോയി. Cries of crows, they had more surprises coming. എല്ലാവരും അത്ഭുതപ്പെട്ടു, കാക്കയുടെ കരച്ചിലോന്ന്. ചിബിക്ക് ഇത്രയധികം കഴിവുണ്ടെന്നൊന്നും ആ ക്ലാസ്സിൽ ആർക്കും അറിയില്ല. Chibi ascended the stage. First he imitated the cries of newly hatched crows. ചിബി അങ്ങനെ സ്റ്റേജിൽ കയറി. ആദ്യമായിട്ട് അവൻ ഇമിറ്റേറ്റ് ചെയ്തത് പുതുതായി വിരിഞ്ഞു വന്ന കാക്കക്കുഞ്ഞുങ്ങളുടെ കരച്ചിലായിരുന്നു. Then he imitated the cries of mother crow and father crow. അതിനുശേഷം ചിബി ഇമിറ്റേറ്റ് ചെയ്തത് അമ്മ കാക്കയുടെയും അച്ഛൻ കാക്കയുടെയും സൗണ്ട് ആയിരുന്നു. He then went on to show how crows cried early in the morning. പിന്നീട് അവൻ ഇമിറ്റേറ്റ് ചെയ്തത് അതിരാവിലെ കാക്കകൾ എങ്ങനെ കരയാന്നായിരുന്നു. He also imitated the cries of crows which were happy or sad. പിന്നീട് ഇമിറ്റേറ്റ് ചെയ്തത് കാക്കകൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ എങ്ങനെയാ കരയുക, സങ്കടമായിട്ടിരിക്കുമ്പോൾ എങ്ങനെയാ കരയുക എന്നൊക്കെയായിരുന്നു. Everybody's mind was taken to the far mountain side from which Chibi came to the school. എല്ലാവർക്കും അറിയാം ചിബി ഈ കാണുന്ന മലയുടെ അപ്പുറത്തുനിന്നാ വരണേന്ന്. ചിബിയുടെ പെർഫോമൻസ് കണ്ടപ്പോ എല്ലാവരുടെ മനസ്സും ചിബി വരുന്ന ആ മൗണ്ടൻ സൈഡിലേക്ക് പോയി. Now they could imagine exactly the far and lonely place where Chibi lived with his family. ഇപ്പൊ എല്ലാവർക്കും നന്നായി ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ചിബിയും ചിബിയുടെ ഫാമിലിയും എത്ര ദൂരെയുള്ള ഒറ്റപ്പെട്ട സ്ഥലത്താണ് താമസിക്കുന്നതെന്ന്. Then Mr. Isobe explained how Chibi had learned those calls, leaving his home for school at dawn and returning at sunset every day for 6 long years.
അതിനുശേഷം മിസ്റ്റർ ഇസോബെ എല്ലാവർക്കുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു എങ്ങനെയാണ് ചിബി ഇത്ര കൃത്യമായിട്ട് കാക്കകളുടെ കരച്ചില് പഠിച്ചതെന്ന്. ഈ നീണ്ട 6 വർഷവും സ്കൂളിൽ വരാനായിട്ട് കുട്ടി അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. മാത്രല്ല വീട്ടിലെത്തുന്നത് സൂര്യാസ്തമനം കഴിഞ്ഞിട്ടുമായിരിക്കും. ഈ യാത്രയിലുടനീളം ചിബി പഠിച്ചത് പ്രകൃതിയെ പറ്റിയും കൂടിയായിരുന്നു. Every one of us cried, thinking how much we had been wrong to Chibi all those long years. ഈ നീണ്ട 6 വർഷവും ഞങ്ങൾ എത്ര തെറ്റായിട്ടാണ് ചിബിയോട് പെരുമാറിയതെന്ന് ആലോചിച്ച് എല്ലാവരും കരഞ്ഞു. Even grown-ups wiped their tears, saying, "Yes, yes, he is wonderful." എന്തിനു പറയുന്നു, കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, അതെ അവൻ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന്. Chibi was the only one in our class honored for perfect attendance through all the 6 years. ചിബി മാത്രാണ് ഞങ്ങളുടെ ക്ലാസ്സില് ഈ 6 വർഷവും പെർഫെക്റ്റ് അറ്റൻഡൻസ് ഉള്ള ഒരു കുട്ടിയായിട്ട് ആദരിക്കപ്പെട്ടത്. ഇത്ര ദൂരെ നിന്ന് വരുന്ന കുട്ടിയായിട്ടും ഒരു ദിവസം പോലും അവൻ സ്കൂളിലേക്ക് വരുന്നത് മുടക്കിയിട്ടില്ല. ചിബി still came to the village to sell the charcoal he and his family made. ചിബിയും അവന്റെ ഫാമിലിയും ഉണ്ടാക്കുന്ന ചാർക്കോൾ വിൽക്കാനായിട്ട് ഇപ്പോഴും, അതായത് ഈ 6 വർഷത്തെ സ്കൂൾ ജീവിതത്തിന് ശേഷവും ഈ വില്ലേജിലേക്ക് അവൻ വരാറുണ്ട്. ബട്ട് nobody called him ചിബി anymore. പക്ഷെ പിന്നീട് ഒരിക്കലും ആരും ചിബിയെ ചിബി എന്ന് വിളിച്ചിട്ടില്ല. We all called him Crow Boy. Hi Crow Boy. We still heard his imitation of a happy crow as he returned home along the mountain road. ഞങ്ങൾ എല്ലാവരും ഇപ്പൊ അവനെ ക്രോ ബോയ് എന്നാണ് വിളിക്കണേ. അവൻ ആ മൗണ്ടൻ റോഡിൽ കൂടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോഴും ഞങ്ങൾ ആ ഹാപ്പി ക്രോയുടെ ഇമിറ്റേഷൻ കേൾക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ചിബിയുടെ കഥ. ഒരാളുടെ ലുക്ക് വെച്ച് നമുക്ക് ഒരിക്കലും അവരെ അളക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവാണ് ചിബി. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്താലോ. വൈ ഡിഡ് ചിബി ഹൈഡ് ഇൻ ദ സെല്ലാർ? എന്തായിരിക്കും ചിബി ആ നിലവറയ്ക്കുള്ളിൽ ഒളിച്ചത്? Chibi hid in the cellar because he was afraid of the teacher and the other children. ചിബിക്ക് ടീച്ചേഴ്സിനെയും മറ്റു കുട്ടികളെയൊക്കെ വളരെ പേടിയായിരുന്നു. അതുകൊണ്ടാണ് സെല്ലാറിൽ ഒളിച്ചത്. അപ്പൊ ആരെയും കാണണ്ടല്ലോ. What does the nickname Chibi mean? എന്താണ് ചിബിയുടെ അർത്ഥം? The nickname Chibi means tiny boy. ചിബിയുടെ അർത്ഥം tiny boy എന്നാണ്. Why was Chibi left alone at study time? എന്തുകൊണ്ടാണ് ചിബി പഠിക്കുന്ന സമയത്ത് തന്നെയായത്? Chibi was left alone because he was too scared to make friends with the other children. ചിബിക്ക് മറ്റു കുട്ടികളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാനായിട്ട് വളരെ പേടിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ തന്നെയായത്. How did Chibi amuse himself during class hours? എങ്ങനെയാണ് ക്ലാസ് അവേഴ്സിൽ ചിബി സ്വയം രസിപ്പിക്കുന്നത്? Chibi amused himself by staring at his desk, gazing at the ceiling, looking at the design on the shirt of a boy sitting next to him, or things outside the window. ചിബിയെ അമ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ടായിരുന്നു. അവൻ അവന്റെ ഡെസ്കിലേക്ക് കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ സീലിംഗിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മാത്രല്ല വിൻഡോയിൽ കൂടെ കാണുന്ന കാഴ്ചയും അവനെ രസിപ്പിക്കാറുണ്ട്. Why did everyone call Chibi Slowpoke? എന്തുകൊണ്ടാണ് എല്ലാവരും ചിബിയെ സ്ലോപോക്ക് എന്ന് വിളിച്ചത്? Everyone called Chibi Slowpoke because he was slow and quiet. അവൻ അധികം സംസാരിക്കാത്ത, എല്ലാത്തിലും പൊതുവെ കുറച്ച് മന്ദഗതിയുള്ള സ്ലോ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും അവനെ സ്ലോപോക്ക് എന്ന് വിളിച്ചത്. Who changed the way we looked at Chibi? ആരാണ് ചിബിയോടുള്ള ആറ്റിറ്റ്യൂഡെ മാറ്റിയത്? The teacher, Mr. Isobe, changed the way we looked at Chibi. അവരുടെ അധ്യാപകനായിട്ടുള്ള മിസ്റ്റർ ഇസോബെയാണ് ചിബിയെ നോക്കിക്കാണുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തിയത്. How did Mr. Isobe encourage Chibi? എങ്ങനെയാണ് മിസ്റ്റർ ഇസോബെ ചിബിയെ എൻകറേജ് ചെയ്തത്, പ്രോത്സാഹിപ്പിച്ചത്? Mr. Isobe encouraged Chibi by appreciating his black and white drawings and having no complaints about his handwriting. He tagged them up on the wall for everyone to see and spend time talking to him when no one was around. ഇസോബെ ചിബിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്സിനൊക്കെ ഒരുപാട് അപ്രിഷിയേറ്റ് ചെയ്തു. മാത്രല്ല അവന്റെ ഹാൻഡ് റൈറ്റിംഗ് അവന് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ വെച്ചാലും അതിനെപ്പറ്റി ഒരു കംപ്ലൈൻസും പറഞ്ഞില്ല. അവന്റെ എഴുത്തുകളും അവന്റെ ഡ്രോയിങ്സും ഒക്കെ മറ്റുള്ളവർ കാണാനായിട്ട് ചുമരിൽ ആണിയടിച്ചു വെച്ചു എന്ന് മാത്രല്ല, ആരുമില്ലാത്തപ്പോ അവനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്തു. How did Mr. Isobe help Chibi feel better about himself? എങ്ങനെയാണ് മിസ്റ്റർ ഇസോബെ ചിബിക്ക് തന്നെ പറ്റി നല്ലൊരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തത്? മിസ്റ്റർ ഇസോബെ helped Chibi feel better about himself by giving him a chance to perform at the talent show and show his special talent to everyone.
മിസ്റ്റർ ഇസോബെ ചിബിയുടെ കഴിവുകൾ കണ്ടെത്തുകയും അത് ടാലന്റ് ഷോയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയും ചെയ്തു. അത് ചിബിക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വാട്ട് പെർഫോമൻസ് ഡിഡ് ചിബി ഗിവ് അറ്റ് ദ ടാലന്റ് ഷോ? എന്ത് പെർഫോമൻസ് ആണ് ടാലന്റ് ഷോയിൽ ചിബി ചെയ്തത്? ചിബി ഗേവ് എ പെർഫോമൻസ് ഇമിറ്റേറ്റിംഗ് ദ ക്രൈസ് ഓഫ് ക്രോസ് അറ്റ് ദ ടാലന്റ് ഷോ. ടാലന്റ് ഷോയില് ചിബി കാക്കകളുടെ പലതരത്തിലുള്ള കരച്ചിലുകളാണ് പെർഫോം ചെയ്തത്. ഹൗ ഡിഡ് ചിബി ലേൺ ദ ക്രൈസ് ഓഫ് ദ ക്രോസ്? എങ്ങനെയാണ് ഇങ്ങനെ പലതരത്തിലുള്ള കാക്കകളുടെ കരച്ചില് ചിബി പഠിച്ചത്? ചിബി learned the cries of the crows by listening to them while walking from his home to school at dawn and returning home at sunset every day for 6 long years. ചിബി നടന്നിട്ടാണല്ലേ സ്കൂളിൽ വരാറ്. സ്കൂളിലേക്ക് അതിരാവിലെ ഇറങ്ങുകയും അതുപോലെ തിരിച്ച് സൂര്യാസ്തമയാവും വീട്ടിലെത്തുമ്പോ. ഈ 6 വർഷവും ഇത് തന്നെയായിരുന്നു പതിവ്. ഇങ്ങനെ വളരെ ദൂരം വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും ഒക്കെ നടന്നു പോകുന്ന വഴി ചിബി ശ്രദ്ധിച്ച് പഠിച്ചിട്ടുള്ള കാക്കകളുടെ പലതരത്തിലുള്ള കരച്ചിലാണ് ടാലന്റ് ഷോയിൽ പെർഫോം ചെയ്തത്. ഹൗ ഡിഡ് ദ അതർ ചിൽഡ്രൻ റിയാക്ട് ടു ചിബീസ് പെർഫോമൻസ്? എങ്ങനെയാണ് മറ്റു കുട്ടികൾ ചിബിയുടെ പെർഫോമൻസിനോട് റിയാക്ട് ചെയ്തത്? The other children were astonished by Chibi's performance and felt sorry for the way they had treated him. കുട്ടികൾ എല്ലാവരും ചിബിയുടെ പെർഫോമൻസ് കണ്ട് ഭയങ്കര അത്ഭുതത്തിൽ ഇരിക്കുകയായിരുന്നു. മാത്രമല്ല ഇത്രയും കാലം ചിബിയോട് ഇങ്ങനെ പെരുമാറിയല്ലോ എന്ന് ആലോചിച്ച് അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടായി. What new name did Chibi get after the talent show and why? ഈ ടാലന്റ് ഷോയ്ക്ക് ശേഷം ചിബിക്ക് കിട്ടിയ പുതിയ പേരെന്തായിരുന്നു? എന്തുകൊണ്ടായിരുന്നു? After the talent show, Chibi was called Crow Boy because of his wonderful imitation of the cries of crows. ടാലന്റ് ഷോയ്ക്ക് ശേഷം ചിബിയെ എല്ലാവരും ക്രോ ബോയ് എന്നാണ് വിളിക്കുന്നത്. ചിബിയുടെ വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് കൊണ്ടാണ് അവന് ക്രോ ബോയ് എന്നുള്ള പേര് കിട്ടിയത്. Activity 1. Let us develop a story map about Chibi at school. It's an interesting way to find all the important parts of a story, like where it happens, who are in it, and what events take place. നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റോറി മാപ്പ് ആണ്. ആ കഥയിലെ എല്ലാ ഇമ്പോർട്ടന്റ് പാർട്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളൊരു സ്റ്റോറി മാപ്പ് ഉണ്ടാക്കുന്നത്. സ്റ്റോറി മാപ്പില് എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി, ഓഥർ, സെറ്റിംഗ്, ക്യാരക്ടേഴ്സ്, ബിഗിനിങ്, മിഡിൽ, ending. What does this story tell us about treating others who are different from us? നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് സ്റ്റോറി മാപ്പിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സ്റ്റോറി മാപ്പ് ഡെവലപ്പ് ചെയ്താലോ? സ്റ്റോറി മാപ്പ്. ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി, ക്രോ ബോയ്. ഓഥർ, ടാരോ യഷിമ. സെറ്റിംഗ്, വില്ലേജ് സ്കൂൾ ഇൻ ജപ്പാൻ. ജപ്പാനിലെ ഒരു വില്ലേജ് സ്കൂളിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. ക്യാരക്ടേഴ്സ്. ഇതിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് ചിബി, ക്രോ ബോയ്. അവനാണ് ഇതിലെ പ്രധാന കഥാപാത്രം. കുറച്ച് ഷൈ ആയ, അധികം സംസാരിക്കാത്ത ഒരു ആൺകുട്ടിയാണ് അവൻ. മിസ്റ്റർ ഇസോബെ, ദ കൈൻഡ് ടീച്ചർ ഹു നോട്ടിസസ് ചിബി. അടുത്ത ക്യാരക്ടർ മിസ്റ്റർ ഇസോബെ ആണ്. വളരെ ദയുള്ള ഒരു ടീച്ചറാണ് മിസ്റ്റർ ഇസോബെ. അദ്ദേഹമാണ് ചിബിയെ ശ്രദ്ധിക്കുന്നതും പിന്നീട് മറ്റുള്ളവർക്ക് ചിബിയോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുന്നതും. പിന്നെ മറ്റു കുട്ടികളും ഈ കഥയിലുണ്ട്. ബിഗിനിങ്. On the first day of school, Chibi hides because he feels different and alone. He is small and quiet and the other kids call him Chibi and leaves him out. സ്കൂളിലെ ആദ്യ ദിവസം തന്നെ ചിബി മറ്റു കുട്ടികളിൽ നിന്ന് താൻ ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കി നിലവറയിൽ പോയിട്ട് പേടിച്ചൊളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവൻ വളരെ ചെറുതാണ്, അധികം സംസാരിക്കാത്ത കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾ അവനെ വിളിക്കുന്നത് ചിബി എന്നാണ്. കഥയുടെ മിഡിൽ പോർഷനിലാവുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. A new teacher, Mr. Isobe, arrives and takes an interest in Chibi. പുതിയ ടീച്ചറായിട്ടുള്ള മിസ്റ്റർ ഇസോബെ സ്കൂളിലേക്ക് വരികയും ചിബിയുടെ കാര്യത്തിൽ പ്രത്യേകം ഒരു ഇൻട്രസ്റ്റ് എടുക്കുകയും ചെയ്യുന്നു. He observes him carefully and treats him kindly. ചിബിയെ കാര്യമായി നിരീക്ഷിക്കുന്ന അദ്ദേഹം അവനെ വളരെ ദയോടു കൂടിയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. Over time, Mr. Isobe discovers Chibi's unique talents and encourages him to participate in the school talent show. മിസ്റ്റർ ഇസോബെ ചിബിയുടെ കഴിവുകൾ കണ്ടുപിടിക്കുകയും സ്കൂൾ ടാലന്റ് ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കഥയുടെ അവസാനം ഇങ്ങനെയാണ്. At the school talent show, Chibi gives a performance imitating the cries of crows. സ്കൂൾ ടാലന്റ് ഷോയില് ചിബി കാക്കകളുടെ പലതരത്തിലുള്ള കരച്ചിലാണ് പെർഫോം ചെയ്തത്. The other children are amazed and finally appreciate him. മറ്റു കുട്ടികൾ ചിബിയുടെ പെർഫോമൻസിൽ വളരെയധികം അത്ഭുതപ്പെടുകയും അവനെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. They realize how special Chibi truly is.
അവർ മനസ്സിലാക്കുകയാണ് ചിബി എത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന്. What does the story tell us about treating others who are different from us? നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിൽക്കുന്ന ആളുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. The story teaches us that we should not judge others just because they seem different or quiet. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള കുട്ടികളെ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ജഡ്ജ് ചെയ്യരുത് എന്നാണ്. Everyone has unique talents and feelings even if they don't show them right away. എല്ലാവരും യുണീക്ക് ആയിട്ടുള്ള ടാലൻസും ഫീലിങ്സും ഒക്കെ ഉള്ളവരാണ്. അവരത് ഒറ്റയടിക്ക് കാണിക്കണം എന്നില്ല. By being kind, patient and understanding, we can discover the goodness in others and help them feel valued and accepted. എന്നാൽ കൈൻഡ്നെസ് കൊണ്ടും ക്ഷമ കൊണ്ടും അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടും ഒക്കെ നമുക്ക് അവരിലെ നന്മ കണ്ടുപിടിക്കാൻ പറ്റും. മാത്രമല്ല മിസ്റ്റർ ഇസോബെ ചെയ്ത പോലെ അവരവരെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ജഡ്ജ് ചെയ്യാണ്ട് ക്ഷമയോടും ദയോടൊക്കെ കൂടെ അവരെ അപ്രോച്ച് ചെയ്ത് അവരിലെ നന്മ കണ്ടെത്തി അവർക്ക് സ്വയം അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. Activity 2. Here is a thank you note prepared by Chibi for his teacher Mr. Isobe. ഇവിടെ കൊടുത്തിട്ടുള്ളത് മിസ്റ്റർ ഇസോബയ്ക്കായിട്ട് ചിബി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു താങ്ക് യു നോട്ടാണ്. താങ്ക് യു ഡിയർ ടീച്ചർ. താങ്ക് യു ഫോർ ബീയിങ് എ വണ്ടർഫുൾ ടീച്ചർ ടു മീ. ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ടീച്ചറായി നിന്നതിന് ഒരുപാട് നന്ദി. യു ഹെൽപ്ഡ് മീ വെൻ ഐ വാസ് സ്കേർഡ് ആൻഡ് ലോൺലി. ഞാൻ പേടിച്ച് ഒറ്റയ്ക്കായിട്ടിരിക്കുന്ന സമയത്ത് എന്നെ ഒരുപാട് നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഐ എം സോ താങ്ക്ഫുൾ ഫോർ യുവർ കൈൻഡ്നെസ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ടിനും ദയയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. ലവ് ചിബി. ഇങ്ങനെയാണ് നമ്മളൊരു താങ്ക് യു നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്കുള്ള ടാസ്ക് ഇതാണ്. റൈറ്റ് എ താങ്ക് യു നോട്ട് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ഹെൽപ്പിംഗ് യു വിത്ത് യുവർ ഇംഗ്ലീഷ് ലെസൺസ്. നിങ്ങളുടെ ഇംഗ്ലീഷ് ലെസൺസിനായിട്ട് ഹെൽപ്പ് ചെയ്ത നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു താങ്ക് യു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് താങ്ക് യു നല്ല ഹൈലൈറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഡിയർ ചന്ദ്ര, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ വിത്ത് മൈ ഇംഗ്ലീഷ് ലെസൺസ്. എനിക്ക് ഇംഗ്ലീഷ് ലെസൺസിനായിട്ട് ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. യു വർ ഓൾവേസ് ദെയർ വെൻ ഐ നീഡഡ് ഹെൽപ്പ്. എനിക്ക് എപ്പോഴൊക്കെ സഹായം വേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നീ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ് ബിക്കോസ് ഓഫ് യുവർ സപ്പോർട്ട്. നിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഐ എം സോ ഹാപ്പി ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് യു. നിന്നെ പോലെയുള്ളൊരു സുഹൃത്തുള്ളതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ലവ് യുവർ നെയിം. അടുത്തതായിട്ട് നമ്മൾ താങ്ക് യു കാർഡ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു ട്രെയിനറിന് അല്ലെങ്കിൽ ഒരു കോച്ചിനാണ്. അദ്ദേഹം ആർട്സ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇവന്റിൽ പങ്കെടുക്കാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താങ്ക് യു കാർഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്. താങ്ക് യു ഡിയർ കോച്ച്. താങ്ക് യു ഫോർ ട്രെയിനിങ് മീ ഫോർ ദ ഇവന്റ്. ഈ ഇവന്റിനായിട്ട് എന്നെ ട്രെയിൻ ചെയ്തതിൽ ഒരുപാട് നന്ദി. യു ബിലീവ്ഡ് ഇൻ മീ ആൻഡ് മെയ്ഡ് മീ വർക്ക് ഹാർഡ്. നിങ്ങൾ എന്നിൽ നന്നായി വിശ്വസിച്ചു, മാത്രമല്ല എന്നെ കൊണ്ട് നന്നായി വർക്ക് ചെയ്യിക്കുകയും ചെയ്തു. Because of you, I could do my best and feel proud. സാറ് കാരണമാണ് എനിക്ക് എൻ്റെ ബെസ്റ്റ് ചെയ്യാൻ പറ്റിയതും എനിക്ക് സ്വയം വളരെ അഭിമാനം തോന്നിയതും. I am very grateful for your help and support. സാറിൻ്റെ സഹായത്തിനും സപ്പോർട്ടിനും എന്നും ഞാൻ നന്ദിയുള്ളവളായിരിക്കും. Love your name. ഇങ്ങനെയാണ് നമ്മൾ താങ്ക് യു കാർഡ് പ്രിപ്പയർ ചെയ്യുക. അതിലെപ്പോഴും താങ്ക് യു എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. സോ ഇതായിരുന്നു നമ്മുടെ അവസാനത്തെ ആക്ടിവിറ്റി. ഇതോടുകൂടെ നമ്മുടെ ക്രോബോയ് എന്ന് പറഞ്ഞ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.